നമസ്കാരം. ശബരിമല കൊള്ളയിലെ നടപടിപ്പേടിയിൽ സ്ഥാനമൊഴിയുന്ന PS പ്രശാന്തിന് ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങൊഴുക്കാതെ CPM അനുകൂല സംഘടനകൾ. പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് പ്രശാന്തിന് ഔദ്യോഗിക ചടങ്ങുകൾ വേണ്ടെന്ന തീരുമാനം സംഘടനകൾ എടുത്തത്. ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രശാന്തിനെയും ദേവസ്വം ബോർഡിനെയും പുകഴ്ത്തേണ്ടി വരും. ശബരിമല കൊള്ളയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ പ്രശാന്തിനുമെതിരാണ്. ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിടവാങ്ങൽ ചടങ്ങ് റദ്ദാക്കുകയായിരുന്നു. ഭക്ഷണമടക്കമുള്ള വിടവാങ്ങൽ ചടങ്ങ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയൽ ദിനം ഉണ്ടാകാറുണ്ട്. നവംബർ 13-നാണ് പ്രശാന്തിന്റെ കാലാവധി തീരുന്നത്. സാധാരണ നിലയിൽ ഈ ദിവസം ഔദ്യോഗിക വിടവാങ്ങൽ നൽകും. എന്നാൽ CPMന്റെ താൽപര്യക്കുറവ് മനസ്സിലാക്കി പ്രശാന്ത് കഴിഞ്ഞ ദിവസം തന്നെ ചുമതല ഒഴിഞ്ഞ് ദേവസ്വം ബോർഡ് ആസ്ഥാനം വിട്ടു. 14-ന് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വരേണ്ടതാണ്. എന്നാൽ ശനിയാഴ്ചയെ K ജയകുമാർ ചുമതലയേൽക്കൂ. വിശ്വാസപ്രകാരം അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ദിനമാണ് ശനിയാഴ്ച. ഈ ദിവസം ഔദ്യോഗിക ഭരണം തുടങ്ങാനാണ് ജയകുമാറിന്റെ തീരുമാനം. ഈ ചടങ്ങിന് പ്രശാന്തും എത്തുമെന്നാണ് സൂചന. ജയകുമാർ എത്തുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വത്തിൽ വലിയ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ശബരിമല വികസനത്തിന് സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നു. K ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അഭിമാനകരമാണ്. അദ്ദേഹത്തെ പോലെ പരിണത പ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വന്നത് ബോർഡിന് കൂടുതൽ ഊർജം നൽകും. ബോർഡിന്റെ കാലാവധി നീട്ടുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണ്. അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നതായി അറിയില്ല. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അരവണ കഴിഞ്ഞ തവണത്തേക്കാൾ ബഫർ സ്റ്റോക്ക് ഉണ്ടാകും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്. ബോർഡിന്റെ പ്രവർത്തനം സത്യസന്ധമായാണ് നടന്നത്. സത്യസന്ധവും സുതാര്യവും ഭക്തി നിർഭരവുമായാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. ഔദ്യോഗിക വിടവാങ്ങൽ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ PS പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സജീവമാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനു മുൻപ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു. 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ സ്വർണ്ണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്കും നീങ്ങുന്നതും കണ്ടതോടെയാണ് CPM തീരുമാനം മാറ്റിയത്. ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തായി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് വിനയായതെന്നാണ് പ്രശാന്ത് അനുകൂലികൾ പറയുന്നത്. ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഹൈക്കോടതിയെ മുനവച്ച് വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം പ്രതികൂലമായി. ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും SIT അന്വേഷണമുണ്ട്. പ്രശാന്തും അറസ്റ്റിലാകാനാണ് സാധ്യത. ഇത് മനസ്സിലാക്കിയാണ് യാത്രയയപ്പ് CPM വേണ്ടെന്ന് വെച്ചത്. അറസ്റ്റിലായാൽ പ്രതിരോധം തീർക്കാൻ ഇതടക്കം എടുത്തുയർത്തും.